പയ്യന്നൂരിലെ വിവാദ ഫിറ്റ്നസ് കേന്ദ്രത്തിനെതിരെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടന. പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. പയ്യന്നൂരിൽ ആരോഗ്യ ഫിസിയോതെറാപ്പി ആൻഡ് ഫിറ്റ്നസ് സെന്ററിൽ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ സ്ഥാപന ഉടമ അറസ്റ്റിലായ സാഹചര്യത്തിൽ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടന രംഗത്ത് വന്നു. സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ തങ്ങൾ പോലീസിൽ പരാതി നൽകിയതാണെന്നും സംഘടനാ ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിമം യോഗ്യത, അതായത് BPT-യിൽ 4.5 വർഷത്തെ ബിരുദമാണ്. അപ്പോൾ അത് ബേസിക് ക്വാളിഫിക്കേഷൻ ഈ ശരത്ത് എന്നുള്ള വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പും ഈ പറഞ്ഞതുപോലെ പയ്യന്നൂർ DYSPക്കും അതുപോലെ പയ്യന്നൂർ ഒക്കെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഇതും വെറും ഒരു താക്കീതിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ പരാതി കൊടുത്തപ്പോഴും കഴിഞ്ഞ തവണ അസോസിയേഷൻ ഈ പറഞ്ഞതുപോലെ നല്ല വ്യക്തമായ തെളിവ് സഹിതം ശരത്തിനെതിരെ പരാതി കൊടുത്തതാണ്. അപ്പൊ അന്നേരം ഈ പറഞ്ഞതുപോലെ ശരത്തിനെതിരെ ഒരു താക്കീതിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ആളിപ്പോഴും ഫിസിയോതെറാപ്പി റെഫറൽ വരുന്ന കേസ്, ആളിപ്പം ഫിസിയോതെറാപ്പിക്ക് ആവശ്യം വരുന്ന കേസ് ആളിപ്പം ക്ലിനിക്കിൽ നോക്കാറുണ്ട്, ആള് ക്ലിനിക്കിൽ ചികിത്സ നടത്താറുണ്ട് വ്യാജമായിട്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് കേരളത്തിലല്ല, കണ്ണൂരല്ല, എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ വ്യാജ ചികിത്സ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമ ശരത് നമ്പ്യാരെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം കണ്ണൂർ ഡിസ്ട്രിക്ട് ബ്രാഞ്ച് രംഗത്ത് വന്നത്. മാധ്യമവാർത്തകളിൽ പ്രതി ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന് പറഞ്ഞിരുന്നു. ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ദേശീയ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ മാനദണ്ഡപ്രകാരമുള്ള യാതൊരു യോഗ്യതയും പ്രതിക്കില്ല. രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് പലപ്പോഴും IAP നൽകിയ പരാതികൾ പ്രതി ഒതുക്കി തീർക്കുകയായിരുന്നു. മതിയായ യോഗ്യതകളില്ലാതെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജ സെന്ററുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ ആവശ്യമാണെന്ന് റജിൽ മുക്കായി, അനീസ് മുഹമ്മദ്, മുസാർ മഹ്മൂദ്, സുബീഷ്, AV രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.